അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. മിനിങ്ങളെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോക്ക് ബറോ കാരണം അതായത് ഇങ്ങനെ വാട്സപ്പ് ഇങ്ങനെ സ്ക്രോൾ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വോയിസ് കേൾക്കുകയിടയായിട്ട് ആ വോയിസിലെ ഹെഡിങ് ഇങ്ങനെ ഉണ്ട്. അതായത് ഈ ഒരു സമുദായത്തിൽ ആത്മഹത്യ സംഭവിക്കുക ಮೂಲ ಕಾರಣ ಎಂದರು ಅಂಟು ತೆರಿಪಾಟಗಣಿಕತ್ತ ವಾಯ್ಸ್ ಅಂಟು ಹೆಡ್ಡಿಂಗ್ ಇಟ್ಟಿಟ್ಟು ಕೀಳು ಜಂಡು ವಾಯ್ಸ್ ಕ್ಲಿಪ್ ಇಂತು അതിൽ രണ്ടാമത്തെ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് ഒരു കുറേ ക്ലാരിഫിക്കേഷൻ അത് ചുമ്മാൽ കേട്ടിട്ടിക്കോറ വോയിസ് അതൊരു റിഗാർഡായിട്ട് കുറേ ക്ലാരിഫിക്കേഷൻ ആ കേട്ടങ്കു അതായത് ഇപ്പോൾ കുറേ കേൾവിക്കാരിക്കുവാറ് അങ്ങോട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരണൂട്ടായിട്ടിട്ട് ഞാനൊരു വീഡിയോ വന്നത്. അതായത് ആ വീഡിയോയിലു ആ സഹോദര ചെന്നോട്ടുണ്ടു ഇപ്പോഴത്തെ മദ്രസ സിസ്റ്റമായിട്ടിക്കട് ഇണ്ട് ആത്മഹത്യയൊക്കെ ಯಾರಾಯುಂಟುಳ್ಳುಂಟು ആ വോയിസ് കേൾക്കാത്തെങ്കിൽ ഞാനിവിടെ പ്ലേ ആക്കിയില്ല. ആ വോയിസ് ഒന്ന് കേട്ടിട്ട് നോക്കും. പണ്ട് എങ്ങനെ ചെന്നിട്ടെങ്കിൽ മദ്രസത്തില് സാമാജികമായിട്ടുള്ള കുറെ വിഷയത്തിൽ നല്ല അവയർനെസ് ആയിട്ടിണ്ട്. മുന്നൽ മദ്രസത്തിൽ പഠിപ്പാറ്റി കഴിഞ്ഞ് ഖുർആൻ ഓതും, പിന്നെ തെല്ല് ഓളുടെ ഫർലും പിന്നെ നിസ്കാരത്തെ ഫർലും ഷർത്തിങ്ങ പഠിപ്പാറ്റിട്ട് ടൈം ಇಂತು ಕೊರಿಯ ಸಾಮಾಜಿಕ ವಿಷಯಂಗ ಏರಿಯಾ ಕಿರಿಯ ಮಾರ್ಗಿ എങ്ങനെ ഞങ്ങൾ ഇജ്ജത്ത് ബേക്കുന്നു ചൊല്ലുടെ ಬಗ್ಗೆ ഈ ഒരു വോയിസിൽ ആ സഹോദരൻ ചെന്നിട്ടുള്ളൂ മുന്നോളത്തെ മദ്രസത്തിൽ ഖുർആൻ പടിപാറ്റി ഇന്നാറ് ആ പടിപാറ്റിട്ട് നിസ്കാരത്തെ ഫർള് ഷർത്തെല്ലാം പടിപാറ്റിട്ട് സോഷ്യൽ അവയർനെസ് കൊടുക്കുക ടൈം എന്തിട്ടാണ് സഹോദരങ്ങളെ ഞങ്ങ തെരിയനായ ഒരു വിഷയമുണ്ട്. നേരായിട്ട് ഇണ്ട് ഞങ്ങളെ മക്ക ചുമ്മ ബിസിയെ മുന്നോട്ട് താണ്ടി പഠിച്ചുകൊണ്ട് കാരണം ഈ സോഷ്യൽ അവയർനെസ് ചെല്ലത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ഇങ്ങനെ ഉസ്താദന്മാരിലൂടെ ഡെയിലിയും ഉസ്താദ്മാർ കൊടുത്തുള്ളവർ അത് തെരിയാണ്ടേന്ദ്രമായിട്ടിക്കു ചിലപ്പോൾ ഈ സഹോദരൻ വോയിസ് ഇട്ടിട്ടുള്ളത്. ഞാനൊരു മുഅല്ലിമായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പഷ്ടമായിട്ട് ചെല്ലോ കാരണം അണ്ടത്തെ അതേ ഖുർആനാണ് ഇന്നും പടിപാട്ടത്, അണ്ടത്തെ അതേ അദബാണ് ഇന്നും മദ്രസത്തിൽ പടിപാട്ടത്, അണ്ടത്തെ അതേ ഫിഖാണ്, അണ്ടത്തെ അതേ അഖ്ലാഖാണ്, അണ്ട് എന്തെല്ലാം നിങ്ങൾ പഠിച്ചാൽ അതേ ആയിട്ട് സഹോദര ഇന്നും മദ്രസത്തിൽ പഠിച്ചുള്ളത്. അപ്പം ഈ ഒരു വോയിസ് ഇട്ടുമ്പോൾ അതൊരു സ്പഷ്ടനയാക്കിയിട്ടായിരിക്കണം വോയിസ് ഇടേണ്ടത്. കാരണം മദ്രസ സിസ്റ്റം സമയന്നെങ്കിൽ ആത്മഹത്യ കുറടി ആവാത്തിട്ട് ചെല്ലുടെ സഹോദരനാണ് ചെല്ലുടെ മദ്രസ സിസ്റ്റം സരി ഇന്നെങ്കിലും ഇണ്ടത്തെ കാല പണ്ട് നിങ്ങൾ ശരിയിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ശരിയിക്കുമ്പോൾ ഞങ്ങളെല്ലാം ശരിയിക്കുമ്പോൾ മൊബൈൽ യൂസേജ് ഇല്ലാത്ത സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഇണ്ട് ഇതൊക്കെ വർദ്ധിച്ച ടൈമായിട്ടിക്കട്. അപ്പോൾ ഇണ്ട് എന്താ ഈ സോഷ്യൽ മീഡിയയിലൂടെ പല കണക്ഷനും വന്നിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രേഡിങ്ങും അത് ഇതെല്ലാം സ്റ്റാർട്ടാക്കിയിട്ട് ചിലപ്പോൾ ഹൈ ടെൻഷനിലായിട്ടിക്കും ചിലപ്പോൾ ആത്മഹത്യ ആക്കിരും. ഇനി ബാക്കി ನಾನು പ്ലേ ആക്കറേ നിങ്ങൾ കേൾക്കും. ഇപ്പ ഫുള്ള് ഇംഗ്ലീഷ് മീഡിയം കോപ്പി ആക്കിയിട്ട് കൽത്തുകൊരു എന്താ ടൈ കൽത്തുകൊരു ഐ ഡി മക്കളെ കാണുമ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ മക്കൾ വന്നെങ്കിൽ കണ്ടു മദ്രസത്തെ മക്ക പറഞ്ഞിട്ട് പഠിപ്പ അഖ്ലാക്ക അദബ അതെന്തും കണ്ടോണ്ടില്ല. ಹಿರಿಯಂಗೂ ಇಜ್ಜತ್ ಬೇಕಿಡ್ದು ಕಿರಿಯಂಗಳ ಪಿರ್ಸಾಕಿರ್ದು ಅವ್ರ ಭಾಗ ಕಂಡೋಂಟಿಲ್ಲ. പിന്നെ സ്കെഡ്യൂൾ ഇത്ര ബിസി ചൊന്നെങ്കിൽ ജനത്തിങ്ങൾ തൊഴുക അങ്ങനത് ഒരു ഇതുണ്ടല്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തീർത്തിട്ടാവും. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ സാമാജിക വിഷയ പലക്കെ വരിക ചർച്ചാക്കുക മക്കളെ ചൊന്നു കൊടുക്കാൻ എനിക്കൊരു ടൈം അവിടെ കിട്ടോണ്ടില്ല. മുന്നോളൂ ഇവിടെ ആത്മഹത്യ കുറേ വലിയൊരു കാരണം പണ്ടത്തെ മദ്രസ ಶಿಕ್ಷಣ ಇಟ್ಟಿಕ್ಕರು അങ്ങനെ പണ്ട് നമുക്ക് ആത്മഹത്യ ആക്കിയ നരകത്തിൽ ചൊല്ലിയത് പ്രതി ഒരുത്തര തലലും അടങ്ങിയിട്ട് അപ്പൊ ആത്മഹത്യ അത്ര വലിയൊരു ക്ഷേമം സമൂഹത്തിലും കുടുംബത്തിലും വലിയൊരു ക്ഷേമയുടെ ഒരു വിഷയമായിട്ട് ഇപ്പ ആ വിഷയമാക്കുക ടൈം ഇല്ല. ഒന്നാമത്തേത് ഗ്രൂപ്പ് നമ്മുടെ ഇത് അവൻ നരകത്ത് പോകുന്ന. പിന്നെ ആ സഹോദരൻ ചെന്നുകൊണ്ടുണ്ട് അതായത് ഇപ്പോഴത്തെ മദ്രസത്തിൽ സ്കൂളിൻ്റെ സിസ്റ്റം അതേപോലെ കോപ്പി ആക്കിയിട്ടായിട്ടിക്കട് ഐഡിയ ഒക്കെ ഇതാക്കിയിരുന്നുണ്ട്. അതായത് കാല ചേഞ്ച് ആകുമ്പോൾ എന്താവും ഞങ്ങൾ അതനുസരിച്ച് നീങ്ങണം. അങ്ങനെ നോക്കൂ ഇപ്പം ഞങ്ങൾ പണ്ട് മൊബൈൽ യൂസ് ആക്കിയില്ല ಅಂತ ഇപ്പം ഞങ്ങൾ പണ്ട് യൂസ് ആക്കിയില്ല ಅಂತ ചെന്നിട്ട് ഇപ്പം ഞങ്ങൾ മൊബൈൽ യൂസ് ആക്കാൻ തെച്ചെങ്കിൽ അതൊരു അർത്ഥം ഉണ്ടാ. അതേപോലെ ആയിട്ടിക്കട് മദ്രസത്തിലും ചില ചേഞ്ചസ് ഞങ്ങൾ ബർത്തുണ്ട്. ഇപ്പം എത്ര മൂത്ത് മദ്രസ എന്തായിട്ട് ഡിജിറ്റൽ മദ്രസ ആയിട്ട് ഡിജിറ്റലൈസ്ഡ് മദ്രസ ആണ്. അപ്പം മാത്രമല്ല ആ സഹോദരൻ ചെന്നുകൊണ്ട് പണ്ട് മക്കൊക്കെ അദബിന്ത് അഖ്ലാഖിന്തുണ്ട് നാവൊന്ന് ചെല്ലുടെ ആ സഹോദരൻ്റെ ഒട്ടുകു ഇണ്ടും അദബും അഖ്ലാഖുമുള്ള നല്ല മക്ക ഞങ്ങളെ കൂട്ടത്തിലുള്ളവർ ഒന്ന് രണ്ട് മക്ക മാത്രമായിട്ടിക്കും ചിലപ്പോൾ അദബില്ലാണ്ടെയും അതായത് ഹിരിയങ്കു റെസ്പെക്ട് ബേക്കോ തിരിയാണ്ടെയും വെക്കുന്നത്. മദ്രസത്തിൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് കാല് സിലബസ് തീർക്കുകയായിട്ടല്ല ആ സഹോദരൻ ചെന്നുകൊണ്ട് ഷെഡ്യൂൾഡ് ആയിട്ടുണ്ട്. അതേപോലെ സിലബസ് തീർക്കുകയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുത്ത് തീർത്തോ ഉള്ളവരുണ്ട്. ഒരിക്കലുമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മദ്രസത്തിൽ നോക്കുന്നുണ്ട് കണ്ടെങ്കിലും ആ മദ്രസത്തിൽ ആ കാലി ഒരു പാഠഭാഗം എടുത്ത് തീർക്കുന്നതിന് പുറമെ അതായത് അത് മാത്രമല്ല ഒരു ഉസ്താദർ ലക്ഷ്യം. ആ ഉസ്താദർ ഗോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അദബ് ചെന്ന് കൊടുക്കാനായിട്ട് ഇപ്പം അഖ്ലാഖ് ചില സബ്ജക്റ്റ് ഉണ്ട്, അത് പണ്ടും ഇപ്പം ഉണ്ട്. ആ അഖ്ലാഖ് സബ്ജക്റ്റിലും ഈ അദബ് അതേപോലെ ബഹുമാനിക്കൽ, മുതിർന്നവരെ ബഹുമാനിക്കൽ, ചെറിയവരെ സ്നേഹിക്കൽ ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്.
മാത്രമല്ല ആ സഹോദരൻ ചെല്ല് പണ്ടത്തെ ആൾക്ക് സുസൈഡ് ഹറാമുണ്ട് ಗೊಂತಿಂತು അതുകൊണ്ട് പണ്ടത്തെ ആൾമാർ സുസൈഡ് കൊറടി ಇಂತುಂಟು. ನಾನು ಆ ಸಹೋದರನೊಟ್ಟಿಗೆ ಕೇಕೋಗು ಇಷ್ಟಪಟ್ಟರೆ ಅದಾയത് ಇಂಡ ತಮಕೋಗು ಸುಸೈಡ್ ಹರಾಮ್ ಉಂಟು അല്ലെങ്കിൽ ಸುಸೈಡ್ ಆಕಿ ಹಂಗ ನರಗತ್ತು ಗಂಟು ಗೊಂತಿಲ್ಲ ಅಂತ ಆರ್ಚನು ಇಂಡ ತಮಕೋಗು ಗೊಂತುಂಡು ಸುಸೈಡ್ ಆಕಲ್ ಹರಾಮ್ ಸುಸೈಡ್ ಆಕಿ ಹಂಗ ನರಗತ್ತು ಗಂಟು ಪಂಡತ ಮಕ್ಕೋ ಗೊಂತುಂಡು ಇಂಡ ತಮಕೋಗು ಗೊಂತುಂಡು. ಇನ್ಶಾಅಲ್ಲಾ ಬಾಕಿ ಕೇಕರು പിന്നെ ഒന്നും ഉണ്ട് എന്ത് സിലബസിലെ സ്കെഡ്യൂൾ പിന്നെ കോമ്പറ്റീഷൻ ആ റേഞ്ചിലെ കാണാൻ ഞങ്ങളുടെ റേഞ്ച് ആളെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനിൽ വന്നിട്ട് ಸಾಮಾಜಿಕ ಪಿಡುಗರ ಬಗ್ಗೆ ಮಕ್ಕಳು ಅವೇರ್ನೆಸ್ ಕೊಡೋಕೆ ಟೈಮು അവിടെ ಇಲ್ಲ ಇಡೀ ಉள்ள 2 ಗಂಟೆ ಈ 2 ಗಂಟೆಯಲ್ಲಿ 4-5 ಅಂದ್ರೆ ಪಾಠങ്ങളുണ്ട് ಆದ್ರೆ ಪೂರ್ತಿ ಆಗೋಕೆ ಆವತ್ತರಂಗಿತ್ತು ಪರಿಸ್ಥಿತಿ ಅದನ್ನು ಚುಂಬಿಟ್ಟು ಕಾರ್ಯ ಇಲ್ಲ നമുക്ക് ಮೇಲೆ ಒತ್ತಡ ഉണ്ട് ಈ ಬಿಸಿ ಬಿಸಿ ആക്കാൻ വളരെ ടൈം ഇല്ല അപ്പൊ ഞങ്ങൾ ഇനി എത്ര റേഞ്ചിൽ ഫസ്റ്റ് എടുത്തെങ്കും പിന്നെ ആ സഹോദരൻ ചെന്നുകൊണ്ടുണ്ട് അതായത് ഉണ്ട് ഫുൾ കോമ്പറ്റീഷനായിട്ട് അല്ലെങ്കിൽ മദ്രസത്തിലും ഗ്രൂപ്പിസമാണ് പരിപാട്ടത് സലഫി അങ്ങ സലഫി ഇങ്ങ സുന്നി ഇത് ഈ കെ അത് എ പി ഒരിക്കലും മദ്രസത്തിൽ ഗ്രൂപ്പിസം ഫോക്കസ് ആക്കില്ല. അത് ഏത് മദ്രസത്തിൽ പോയെങ്കിലും ഒരു ഉസ്താദ് നീ ഈ കെ മേ ആവുന്നു നീ എ പി ആവോ തീര അങ്ങനത്തെ ഒരു പഠിപ്പും ഏതൊരു മദ്രസത്തിലും പഠിപ്പാറ്റവും ഇല്ല. മാത്രമല്ല റേഞ്ച് കോമ്പറ്റീഷൻ ഇല്ലാത്ത മേഖല എന്തുണ്ട്, എല്ലാത്തിലും കോമ്പറ്റീഷൻസ് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഈ കോമ്പറ്റീഷൻക്ക് മാത്രമായിട്ടല്ല ഈ മദ്രസ ചെല്ലത്. മദ്രസ ബേസ് എന്തായിട്ട് തലീമാണ്, അതായത് ഇൽമുടെ പഠിക്കലാണ്, ആ അദബ് പഠിക്കലാണ്. കാരണം നോക്കൂ ഇന്നത്തെ മദ്രസത്തിലും 1ാം ക്ലാസ് വരെ ഫസ്റ്റ് പാഠ അദബുൻ ആ പണ്ടും നിങ്ങൾ പഠിച്ചിട്ട് പോരാ അദബുൻ ആ അത് ഒരിക്കലും ചേഞ്ച് ആയിട്ടില്ല. അത് പണ്ടും അങ്ങനെമേ ഇപ്പം അങ്ങനെമേ. അതേപോലെ ഞങ്ങൾ അർത്ഥാക്കണം ഈ മേളുടെ ഒത്തട ಅಂತಲ್ಲ ഈ ചെറുപ്പക്കാരന് ചെന്നുകൊണ്ട് ഒരിക്കലും ഒരു ഉസ്താദുമാരും മേളുടെ ഒത്തട അല്ലെങ്കിൽ അതിക്ക് വേണ്ടിയിട്ട് ആരും വേഗ ക്ലാസ് എടുത്ത് തീർക്കില്ല. മദ്രസ സിസ്റ്റം ചെന്നെങ്കിൽ ഒരു നാൾ 4 പാടെന്തും ഏത് ഉസ്താദുമാരും എടുക്കില്ല, ഒരു നാൾ ഒരേ പാടായിട്ട് എടുക്കും. നാബി ആയിരിക്കില്ല ആ ചെറുപ്പക്കാരന് മദ്രസ സിസ്റ്റമിൻ്റെ ಬಗ್ಗೆ ಗೊಂತಿക്കാണ്ടായിട്ടിക്കു ചിലപ്പോൾ ഇങ്ങനത്തെ വോയിസ് ഇട്ടത്. മദ്രസ സിസ്റ്റമിൽ ഒരു നാൾക്ക് ഒരു പീരീഡ് അല്ലെങ്കിൽ ഒരു നാൾക്ക് 2 പീരീഡ്, അതായത് ഖുർആൻ ഓതുപാട്ടിൽ പിന്നെ ഉസ്താദ് എന്താക്കറ് ഏതെങ്കിലും അണ്ടത്തെ നിശ്ചിതമായ പീരീഡ് ക്ലാസ് എടുത്ത് കൊടുക്കും. ഒരു പാഠ അതൊരു നോട്ട്സ്, ആ നോട്ട്സ് അങ്ങ് അപ്പം എഴുതി പാട്ടില്ല ഔത്തിൽ എഴുതിയിട്ട് പറയും. അപ്പോൾ അവിടെ എത്ര ടൈം കിട്ടും. മാത്രമല്ല ഒരു ഉസ്താദ് ഒരു പാടെടുക്കുമ്പോൾ കാലി പാഠത്തിലുള്ള മാത്രമല്ല ചെന്ന് കൊടുക്കൂ, പറത്തി എന്തെല്ലാം ആയോണ്ടുണ്ട് ഞങ്ങളെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ വേണു ഇതെല്ലാം ആയിട്ട് ഒരു ഉസ്താദ് ചെന്ന് കൊടുക്കൂ. അപ്പം അതും കൂടി മനസ്സിലാക്കണം. ഇനിയും കുറേ വോയിസ് ഉണ്ട്. അപ്പം ഇൻഷാല്ല ഞാൻ ഇത്ര ക്ലാരിഫിക്കേഷൻ മയ്യോണ്ട് വിചാരിക്കുന്നത്. ഇൻഷാല്ല മദ്രസ സിസ്റ്റം കാരണമല്ല എന്നൊരു സുസൈഡ് ആരായി സുസൈഡ് ചെല്ലത് അങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നം കാരണമായിട്ട് അങ്ങ് ആക്കരുതാണ്. പിന്നെ അങ്ങ് ഗൊന്തില്ലാത്തതൊന്നുമല്ല, അതൊരു സൈക്കോളജിക്കൽ മാറ്ററാണ്. അത് അങ്ങനെ നോക്കണം. അതല്ലാണ്ട് മദ്രസ സിസ്റ്റം സമയമില്ല അല്ലെങ്കിൽ മദ്രസത്തിൽ പരിപാടിയിട്ടില്ല അങ്ങനെ ചെല്ലത് അത് വലിയൊരു തപ്പായിട്ട് കിട്ടും. മാത്രമല്ല ഇത് ഞങ്ങൾ വേറെ ഒരു സമുദായത്തേക്ക് ഞങ്ങൾ കൊടുക്കുന്ന കണിക്കത്തൊരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മെസ്സേജ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് മദ്രസ സിസ്റ്റമിൻ്റെ ಬಗ್ಗೆ ഇൻഷാല്ല ആർക്കെങ്കിലും ഈ ഒരു വോയിസ് കേട്ടിട്ട് തെറ്റിദ്ധാരണ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരുത്തുന്നു ചെല്ല ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ വോയിസ് ഇട്ടു. ഇൻഷാല്ല ആർക്കെങ്കിലും ബേജാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാഫാക്കൂ. മാത്രമല്ല ആർക്കും ബേജാറാക്കുന്നു ചെല്ലുന്ന ഒരു ലക്ഷ്യമല്ല ഈ ഒരു വീഡിയോയുടെ ഒരേ ഒരു ഉദ്ദേശം നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കുന്നു ചെന്നതായിട്ട്. ഇൻഷാല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നല്ല ഒരു തെരുവിൽ മുന്നോട്ട് പോകുക അള്ളാഹു എത്തുപാട്ടെ. ഇൻഷാല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ആലിമീങ്ങളെ സ്നേഹിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഉള്ളതായ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൂരത്താക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.